ചരിത്രത്തിന്റെ താളുകളിൽ വിസ്മയമായി മാറിയ രണ്ട് മനുഷ്യർ, ഒരേ ശരീരത്തിൽ രണ്ട് ജീവനുകൾ. ലോകം അവരെ സയാമീസ് ഇരട്ടകൾ എന്ന് വിളിച്ചു. പക്ഷേ അതിനു പിന്നിൽ അതിജീവനത്തിന്റെയും പ്രണയത്തിന്റെയും കണ്ണുനീരിന്റെയും വലിയൊരു കഥയുണ്ട്. ആ രണ്ട് സഹോദരങ്ങളുടെ കഥ അത് കേവലം ഒരു ചരിത്രമല്ല, അത് ശരീരങ്ങൾ ബന്ധിക്കപ്പെട്ടപ്പോഴും ആത്മാവ് കൊണ്ട് ലോകം കീഴടക്കിയ രണ്ട് മനുഷ്യരുടെ അവിശ്വസനീയമായ പോരാട്ടമാണ്. ചാങ് ബങ്കർ, ഏങ് ബങ്കർ. 1811 മെയ് 11 അന്നത്തെ സയാം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തായ്ലൻഡിലെ മെക്ലോങ് നദിക്കരയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആ വിസ്മയം പിറവിയെടുത്തു. നെഞ്ചിന്റെ ഭാഗത്ത് 3 ഇഞ്ച് നീളമുള്ള ഒരു മാംസബന്ധനത്താൽ കൂട്ടിയിണക്കപ്പെട്ട ഇരട്ടകൾ ഒരു കരൾ പങ്കിട്ടുകൊണ്ട് പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളെ കണ്ട് ലോകം ഞെട്ടി. അന്നത്തെ രാജാവ് അവരെ രാജ്യത്തിന് അപശകുനമെന്ന് കരുതി വധിക്കാൻ പോലും ഉത്തരവിട്ടു. പക്ഷേ അവരുടെ അമ്മയുടെ നിശ്ചയദാർഢ്യം ആ രണ്ട് ജീവനുകളെ കാത്തുരക്ഷിച്ചു. പ്രകൃതി അവർക്ക് നൽകിയ പരിമിതികളെ അതിജീവിക്കാൻ ആ അമ്മ അവരെ പരിശീലിപ്പിച്ചു. അവർ നടക്കാനും നീന്താനും ബോട്ടുകൾ തുഴയാനും പഠിച്ചു. 1129 റോബർട്ട് ഹണ്ടർ എന്ന ബ്രിട്ടീഷ് വ്യാപാരി അവരെ കണ്ടെത്തി. സയാമിൽ നിന്ന് കടൽ കടന്ന് അമേരിക്കയുടെ തീരത്തെത്തുമ്പോൾ അവർക്ക് വെറും 17 വയസ്സായിരുന്നു. ലോകത്തിൽ അവർ സയാമീസ് ഇരട്ടകൾ, ദ സയാമീസ് ട്വിൻസ് എന്ന പേരിൽ പ്രദർശന വസ്തുക്കളായി. സയാമീസ് ഇരട്ടകൾ എന്ന വിളിപ്പേര് അവിടെ നിന്നാണ് ലോക പ്രശസ്തമായത്. സർക്കസ് കൂടാരങ്ങളിലും തിയേറ്ററുകളിലും ജനം അവർക്ക് ചുറ്റും കൂടി. വൈദ്യശാസ്ത്രത്തിന് അവരൊരു അത്ഭുതമായിരുന്നു, പൊതുജനത്തിന് കൗതുകവും. വർഷങ്ങളോളം മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചു. അവർ വെറും ഒരു പ്രദർശന വസ്തുവായി ഒതുങ്ങാൻ തയ്യാറായിരുന്നില്ല. ചാങ്ങുമെങ്ങും ബുദ്ധിശാലികളായിരുന്നു. അവർ ഇംഗ്ലീഷ് പഠിച്ചു, ലോകം ചുറ്റി, വലിയ സമ്പാദ്യമുണ്ടാക്കി. ഒടുവിൽ വിനോദയാത്രകൾ അവസാനിപ്പിച്ച് അവർ അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ സ്ഥിരതാമസമാക്കി. ലോകം മുഴുവൻ അവരെ വിചിത്ര മൃഗങ്ങളെ പോലെ നോക്കിയപ്പോഴും അവരിലെ മനുഷ്യനെ തിരിച്ചറിഞ്ഞ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു, അഡലേഡ് യേറ്റ്സും സാറ യേറ്റ്സും. സഹോദരിമാരായ ഇവരെ ചാങ്ങുമെങ്ങും വിവാഹം കഴിച്ചു. സമൂഹം ആ വിവാഹത്തെ പരിഹസിച്ചു, പത്രങ്ങൾ അവരെ വേട്ടയാടി. പക്ഷേ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. നോർത്ത് കരോലിനയിൽ അവരൊരു വലിയ എസ്റ്റേറ്റ് വാങ്ങി, കൃഷി ചെയ്തു, വലിയൊരു തറവാട് കെട്ടിപ്പടുത്തു. ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചാങ്ങിന് 10ഉം എങ്ങിന് 11 മക്കൾ ജനിച്ചു. ഒരേ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടപ്പോഴും അവർ 2 വ്യക്തിത്വങ്ങളായി, 2 കുടുംബങ്ങളുടെ നാഥന്മാരായി അന്തസ്സോടെ ജീവിച്ചു. എന്നാൽ കാലം അവർക്കായി കരുതി വെച്ചത് വികാരനിർഭരമായ ഒരു അന്ത്യമായിരുന്നു. വാർദ്ധക്യം അവരെ തളർത്തി. 1774 ജനുവരി 17 ബ്രോങ്കൈറ്റിസ് ബാധിച്ച് ചാങ് തന്റെ ഉറക്കത്തിൽ മരണമടഞ്ഞു. ഉണർന്നെഴുന്നേറ്റ ഏങ് കണ്ടത് ചലനമറ്റ തന്റെ സഹോദരനെയാണ്. ഡോക്ടർമാർ ഓടിയെത്തി അവരെ വേർപെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപേ ഭയവും തീരാത്ത സങ്കടവും എങ്ങിനെ കീഴ്പ്പെടുത്തി. കൃത്യം 3 മണിക്കൂറുകൾക്ക് ശേഷം സഹോദരന്റെ വിയോഗം താങ്ങാനാവാതെ എങ്ങും കണ്ണടച്ചു. ഇന്ന് വൈദ്യശാസ്ത്രം ഒട്ടേറെ വളർന്നിട്ടുണ്ടാകാം, പക്ഷേ ചാങ് ഏങ് സഹോദരങ്ങൾ ഇന്നും ഒരു പ്രതീകമാണ്. പരിമിതികളെ പ്രണയം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും തോൽപ്പിച്ച 2 ധീരന്മാരാണ്. മരണം പോലും അവരെ വേർപെടുത്തിയില്ല. അവരൊന്നിച്ചു ജനിച്ചു, ഒന്നിച്ചു ജീവിച്ചു, ഒന്നിച്ചു ചരിത്രമായി.